ഗുഡ് മോർണിംഗ്. തലേ ദിവസം നല്ല മഴയായിരുന്നതുകൊണ്ട് രാവിലെ മഞ്ഞു മൂടിയ കാലാവസ്ഥയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടാവുകയെ. നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഷോർട്സൊക്കെ ഇത് കുറച്ച് നാളായിട്ടിട്ട് ഇനിയിപ്പോൾ പതിയെ ചെറിയ കൃഷികളൊക്കെ തുടങ്ങണം, ചെടികളും നട്ടു തുടങ്ങണം. എൻ്റെ കയ്യിൽ 5 വർഷമായിട്ടുള്ളൊരു നാടൻ ചെടിയാണ് സീനിയ. ഈ ചെടി വിത്തിൽ നിന്ന് കിളിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് വിത്ത് തനിയെ വീണും ചെടി മുളച്ച് കിട്ടും. അങ്ങനെ പൂവുണങ്ങി വിത്ത് വീണ് എനിക്കും കുറച്ച് സീനിയ ചെടികൾ വളർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തണ്ണിമത്തൻ കൃഷി ചെയ്ത് തണ്ണിമത്തൻ വിളവെടുക്കുന്ന ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വാങ്ങിയ തണ്ണിമത്തൻ്റെ വിത്ത് വെറുതെ മുറ്റത്തൊന്ന് പാകി കൊടുത്തതാണ്. പക്ഷെ നല്ല രീതിയിൽ തണ്ണിമത്തൻ വള്ളി പടർന്ന് നിറയെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളക്, ചീര, വഴുതന, തക്കാളി, പയർ, വെണ്ട, നിത്യവഴുതന, ഓമ ഇതൊക്കെ മുമ്പ് കൃഷി ചെയ്ത് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്. കൃഷി ചെയ്യുന്നത് വിളവിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിനു വേണ്ടി കൂടിയാണ്. വിഷരഹിത പച്ചക്കറികൾ ഭക്ഷിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കടുപ്പമേറിയ വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കളാണ്. എന്നാൽ ഇതിനൊരു മാറ്റം വരാൻ നമുക്കും ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ നമുക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വിഷമുള്ള കീടനാശിനികൾ ഒഴിവാക്കി പകരം ജൈവവളത്തിലേക്ക് നമ്മളിനി മാറേണ്ടത് വരും തലമുറയ്ക്കും അത്യാവശ്യമാണ്, നമ്മുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്.